വെൽക്കം ബാക്ക് ടു സി എസ് ചാപ്റ്റേഴ്സ്. നമ്മളിവിടെ നോക്കുന്നത് S3 CSയുടെ ഡാറ്റ സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നമ്മൾ ഓൾറെഡി സ്റ്റാക്കിനെ കുറിച്ചും മൊഡ്യൂൾ 1ൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ടോപ്പിക്കുകൾ വേണം എന്നുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി, വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ക്യൂ ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ എന്താണ് ക്യൂ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ സ്റ്റാക്കും ഉണ്ട് ക്യൂ ഉണ്ട് എന്ന്. ഓക്കെ, അടുത്താണ് ഇപ്പോൾ ക്യൂ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട് അല്ലേ, നമുക്ക് പരിചയമുള്ള വേർഡാണ് ക്യൂ. അപ്പോൾ ക്യൂ ഇസ് ആൻ ഓർഡേർഡ് കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡാറ്റ എലമെൻറ്റ്സ്. ഹോമോജീനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം രീതിയിലുള്ള ഡാറ്റ എലമെൻറ്റ്സ്. ഓക്കെ, ഹോമോജീനിയസ് എന്ന് വെച്ചാൽ സെയിം എന്നാണ് മീനിങ്. ഓക്കെ, സെയിം ടൈപ്പുള്ള അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഡാറ്റ എലമെൻറ്റ്സിൻ്റെ ഒരു ഓർഡേർഡ് ആയിട്ടുള്ളൊരു കളക്ഷനെയാണ് ക്യൂ എന്ന് പറയുന്നത്. ക്യൂ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്, നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ക്യൂവിൽ നമ്മൾ ഇൻസേർഷനും ചെയ്യും ഡിലീഷനും ചെയ്യും. ഇൻസേർഷന് നമ്മൾ എന്ത് പറയും? എൻ ക്യൂ എന്ന് പറയും, ഡിലീഷന് ഡി ക്യൂ എന്ന് പറയും. ഓക്കെ, ഇത് നടക്കുന്നത് രണ്ട് എൻഡിലൂടെയാണ്, റിയർ എൻഡും ഫ്രണ്ട് എൻഡും. അപ്പോൾ ഒരു ക്യൂവിന് രണ്ട് എൻഡ്സ് ഉണ്ട്, ഒന്ന് ഫ്രണ്ട് എൻഡും റിയർ എൻഡും. നമുക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം, ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഡി ക്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതും റിയർ എൻഡ് നമ്മൾ എൻ ക്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതുമാണ്. ഓക്കെ, ഇനി ക്യൂവിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. നമുക്കറിയാവുന്നതാണ്, നമുക്ക് എല്ലാവരും പരിചയമുള്ള സാധനമാണ് ഈ ക്യൂ അല്ലേ. ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ക്യൂ നിൽക്കും. അപ്പോൾ എന്താ, ഫസ്റ്റ് നിൽക്കുന്ന ആൾക്കായിരിക്കും ഫസ്റ്റ് ടിക്കറ്റ് കിട്ടാം അല്ലേ. അതുപോലെ ഇപ്പോൾ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ആരാണോ ട്രാഫിക്കിൽ പോയി നിൽക്കുന്നത് അവരായിരിക്കും ഫസ്റ്റ് ആ ട്രാഫിക്കിൽ നിന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് ഇത് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യൂവിനെ അറേയിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഫ്രണ്ട് ഉണ്ട് റിയർ ഉണ്ട്. അപ്പോൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1. അതായത് രണ്ടും എന്തിനായിരിക്കണം? -1 ഈക്വൽ ആയിരിക്കണം. 0 ആണെങ്കിൽ നമുക്കത് ഇൻസേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ എന്തോ ഉണ്ട് എന്നാണ്. -1 ആണെങ്കിൽ അതെന്താ, എം ടി ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ക്യൂ ഞാൻ പറഞ്ഞു, ക്യൂ എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഫിഫോ ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണത് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി ക്യൂവിൻ്റെ സ്റ്റേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ് ആണ്, ക്യൂ ഇസ് എം ടി. ക്യൂ എപ്പോഴാണ് എം ടി ആവുന്നത്? ഫ്രണ്ട് ഈക്വൽ ടു -1 ആൻഡ് റിയർ ഈക്വൽ ടു -1. റിയറും ഫ്രണ്ടും -1 ആവുമ്പോഴാണ് ക്യൂ എം ടി ആവുന്നത്. ഇനി ക്യൂ ഫുൾ ആവുന്നത് എപ്പോഴാണ്? ഫ്രണ്ട് ഈക്വൽ ടു 0യും റിയർ ഈക്വൽ ടു n-1 ആവുമ്പോൾ. ഇപ്പോഴാണ് ഫ്രണ്ട് 0 ആവുകയും റിയർ എന്ന് പറയുന്നത് ടോട്ടൽ സൈസായ n-1 സൈസിൽ നിന്നൊന്ന് കുറയുമ്പോഴുമാണ്, റിയർ സൈസിൽ നിന്നൊന്ന് കുറയുമ്പോഴാണ് ക്യൂ ഫുള്ളാവുന്നത്. ഇനി ക്യൂവിൽ എലമെൻറ്റ്സ് ഉണ്ടാവുന്ന സമയത്ത് എന്തായിരിക്കും കണ്ടീഷൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയർ ആണെങ്കിൽ അവിടെ എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? റിയർ മൈനസ് ഫ്രണ്ട് +1 ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കിട്ടും. ഓക്കെ, നമ്മൾ പറഞ്ഞു ക്യൂവിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ് നമ്മൾ എൻ ക്യൂ എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എൻ ക്യൂൻ്റെ അൽഗോരിതം നോക്കാം. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ശേഷം റിയർ ഈക്വൽ ടു സൈസ് -1 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ എന്താ, ക്യൂ അവിടെ ഫുള്ളായിരിക്കും, നമുക്കൊന്നും ഇൻസേർട്ട് ചെയ്യാനില്ല, എക്സെപ്റ്റ് ചെയ്ത് പോകും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ, ഓക്കെ, അത് നമ്മൾ ഇഫ് എൻഡ് ചെയ്തു. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇഫ് ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ആണെങ്കിൽ, അപ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ആണെങ്കിൽ എന്താ അവിടെ ക്യൂ എന്താണ്? എം ടി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രണ്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇഫ് ലൂപ്പ് എൻ ചെയ്യുക, എന്നിട്ട് റിയറിന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. റിയർ ഈക്വൽ ടു റിയർ +1 എന്ന് പറഞ്ഞ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് ക്യൂ ഓഫ് റിയർ എന്ന് പറഞ്ഞാൽ അല്ല ഐറ്റത്തിന്, നമ്മുടെ ഐറ്റത്തിന് എന്ത് ചെയ്യണം? ക്യൂ ഓഫ് റിയറിൽ കൊണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഇതാണ് എൻ ക്യൂൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി ടി ക്യൂ എന്ന് വെച്ചാൽ എന്താ? ഡിലീഷനാണ്. ഓക്കെ, അപ്പം നമ്മൾ അതിനും അതുപോലെ സ്റ്റാർട്ട് ചെയ്തു. ഫ്രണ്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഫ്രണ്ട് ഈക്വൽ ടു -1 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ എന്താ, ക്യൂ അവിടെ എം ടി ആണ്, നമുക്കൊന്നും ആഡ് ചെയ്യാനില്ല. സോ എക്സിറ്റ് ചെയ്തു, ഇഫ് ലൂപ്പ് അവിടെ എൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഐറ്റം ഈക്വൽ ടു ക്യൂ ഫ്രണ്ട് ആണോ, നമ്മളവിടെ ആഡ് ചെയ്ത സാധനം അവിടെ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഈ ഫ്രണ്ട് ഈക്വൽ ടു റിയർ, ഫ്രണ്ടും റിയറും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ,
ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഓക്കെ, റിയർ ഈക്വൽ ടു -1, ഫ്രണ്ട് ഈക്വൽ ടു -1. ഫ്രണ്ടിനെയും റിയറിനെയും -1 ആക്കണം. ഓക്കെ, അതിനുശേഷം ഇനി അതും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രണ്ടിന് ഇൻക്രിമെൻറ്റ്. അങ്ങനെ ഇപ്പോൾ ഫ്രണ്ടും റിയറും ഈക്വൽ ആണെങ്കിൽ നമ്മൾ രണ്ടിനും എന്ത് ചെയ്യണം? -1ലേക്ക് കൊണ്ടുവരാം. ഇനിയിപ്പോൾ രണ്ടും ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രണ്ടിന് ഇൻക്രിമെൻറ്റ് ചെയ്യുക, എന്നിട്ട് ഇഫ് എൻഡ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഡി ക്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്യൂ ഓപ്പറേഷൻസിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ക്യൂവിൻ്റെ O1 ആണ്, ഡി ക്യൂവിൻ്റെ O1, പിന്നെ ക്യൂവിൻ്റെ ട്രാവേഴ്സൽ ആണെങ്കിൽ ON. നമ്മൾ ക്യൂ ട്രാവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ക്യൂവിൻ്റെ ഓരോ വാല്യൂസിനെ കോൾ ചെയ്ത് ക്യൂവിനകത്ത് ഇന്ന വാല്യൂസൊക്കെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കലാണ് ക്യൂ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം.